ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണം. അതായത് 2 തിമോത്തിയോസ് 1 തിരുവചനം പറയുകയാണ്. തിമോത്തിയോസിൻ്റെ 2 ലേഖനം, പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം 1 തിരുവചനം പറയുകയാണ്, അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു വചനമാണ് പറയുക. ആരാണ് കണക്ക് കൊടുക്കേണ്ടത്? അജ്ഞത പുലർത്തുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. ആരാണ് അജ്ഞത പുലർത്തുന്നത്? എന്തിനെക്കുറിച്ചാണ് അജ്ഞത? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, ദൈവം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അറിവില്ലെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധയോടിരിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരു അറിവ് വേണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് ദൈവത്തിൻ്റെ ശത്രു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ ഹല്ലേലൂയ.